പാലിയേറ്റീവ് കെയറിനെ പറ്റി പൊതുവേ തുടക്കകാലം മുതലുള്ളൊരു ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, ക്യാൻസർ വന്ന രോഗികൾ മരിക്കാറാകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചികിത്സയാണെന്നുള്ളതാണ്. കേരള സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകൾക്ക് വരെ ഉണ്ട് എന്ന് പറയാം. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഒരുപാടുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രപരമാണിത്. പാലിയേറ്റീവ് കെയർ എന്ന പ്രസ്ഥാനം 60കളിൽ തുടങ്ങിയത് മരിക്കാറായ ക്യാൻസർ രോഗികളുടെ ചികിത്സയായിട്ടാണ്. അപ്പോൾ അതങ്ങ് സ്റ്റക്കായിപ്പോയി. അത് കഴിഞ്ഞ് ശാസ്ത്രവും മനുഷ്യത്വവും ഒക്കെ എത്രയോ വ്യത്യാസപ്പെട്ട് പാലിയേറ്റീവ് കെയറിനെ പറ്റി ഒരുപാട് വിചാരങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടും പൊതുവേ വിചാരമുണ്ട്. ഡോക്ടർമാർക്കും ഉണ്ട്, സാധാരണ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ അത് വലിയ കഷ്ടമാണ്. അപ്പോൾ എപ്പോഴാണ് പാലിയേറ്റീവ് കെയർ വേണ്ടത്? ക്യാൻസറിന് മാത്രമൊന്നുമല്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള രോഗാവസ്ഥകളിൽ 30% താഴെയുള്ളൂ. ബാക്കി മുഴുവൻ വേറെ ഓരോന്നിനാണ്. ഏറ്റവും കൂടുതലുള്ളതേ കേരളത്തിൽ അത്രയുമില്ല, ഇന്ത്യയിലും പൊതുവെ കുറവാണ് HIV. ഗ്ലോബലായിട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ആണ്. ക്യാൻസറും കഴിഞ്ഞാൽ പിന്നെ വരുന്ന വലിയൊരു ഗ്രൂപ്പ് ഡിമെൻഷ്യയാണ്, മറവി രോഗം. അവിടെയാണ് പാലിയേറ്റീവ് കെയർ വളരെ ചുരുക്കം പേർക്ക് കൊടുക്കാനൊരവസരം നമുക്കും ഉണ്ടാകും. അവരെ വീണ്ടും രോഗം ഡിമെൻഷ്യയ്ക്കെന്നും പറഞ്ഞ് മരുന്നുകൾ കൊടുത്ത് കുറേ അധികം പേരെ അവസാന നിമിഷം വെന്റിലേറ്ററിലും ഇട്ടിട്ടാണ് അവരെ പോകാൻ അനുവദിക്കുക. ഒരുപാട് സഫറിങ് ഉള്ള ഒരു രോഗമാണ്. രോഗിക്കും അതെ, കുടുംബത്തിനും അതെ.